ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ ആത്മാർത്ഥ സുഹൃത്തും അതിലുപരി എൻ്റെ കസിനുമായിട്ടുള്ള സുനിതയുടെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ വിട്ടത് ചെറുതോണി മയൂര സിൽക്സിലേക്കാണ്. 2 സെക്ഷനായിട്ടാണ് ഞങ്ങൾ വന്നത്. പയ്യൻ്റെ വീട്ടുകാർ ഒരു കാറിൽ ആൻഡ് എൻ്റെ കാറിൽ സുനിതയുടെ വീട്ടുകാരും ഞാനും ഒക്കെയാണ് പോയത്. അപ്പോൾ മയൂര സിൽക്സിൽ ചെന്നു. അവിടെ ചെന്നിട്ട് വെഡ്ഡിങ് കളക്ഷനിലേക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വിലയായിരുന്നു, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും അവർ എല്ലാം ഇങ്ങനെ സാരിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് പുറകെ നടന്നു. ഇവരെന്നെ കളിയാക്കുകയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടി. എല്ലാവർക്കും നാണമാണ് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ വേണ്ടി. എന്നാലും ഞങ്ങൾ അവിടെ കുറേ കളക്ഷൻസൊക്കെ നോക്കി. അപ്പോൾ അവിടെ കുറേ വെഡ്ഡിങ് കളക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ മയൂര സിൽക്സിൽ വരാവുന്നതാണ്. അവൾക്ക് എന്തായാലും 2 സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സാരി ഒന്ന് വേറെ ഇത് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ചേച്ചിമാർ 2ഉം വേറെ ഇത് കാണിച്ചു. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു കണ്ണാടി നോക്കിയിട്ട് കുറേ പോസൊക്കെ ചെയ്ത് ഒരു ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്തായാലും സെൽഫിയൊക്കെ എടുത്തു. അവിടെ ഇതാണ് ഇവൾക്ക് 2 സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിമാർ അടിപൊളി. എന്തായാലും ആ ഡ്രേപ്പിംഗ് എന്ന് കാണാനൊക്കെ എന്തായാലും നല്ല രസമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എന്തായാലും പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. നേരെ ഞങ്ങൾ ചെറുതോണിയിൽ നിന്നും തൊടുപുഴ നമ്മുടെ മഹാറാണി സിൽക്സിലേക്ക് വിട്ടു. കണ്ടോ, എല്ലാവരും എന്നെ കളിയാക്കലാണ് പരിപാടി. ആ ബ്ലൂ ഷർട്ട് ഇട്ടത് കല്യാണ പയ്യൻ, എൻ്റെ മെറൂൺ ഷർട്ട് ഇട്ടവൻ എൻ്റെ കസിൻ തന്നെയാണ്, അനിയൻ കസിൻ. അപ്പോൾ ഇവിടെ നിന്നൊരു കോഴി കൂകുന്നുണ്ട്. കോഴി എന്നെ സമ്മതിക്കത്തില്ല വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി. പിന്നെ ബ്ലാക്ക് ചുരിദാറിട്ടാണ് അവളുടെ അമ്മായിയമ്മ. എന്തായാലും ആളൊരു ഭയങ്കര ഭാവം തന്നെയാണ്. ഞങ്ങളവിടെ മഹാറാണി ചെന്ന് സാരി കളക്ഷനൊക്കെ ഒരുപാട് നോക്കി. ദെൻ ഇവൾക്ക് ഇങ്ങനത്തെ കളേഴ്സാണ് ഇഷ്ടപ്പെട്ടത്. ഇതിപ്പം നമ്മൾ പുടവ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ പയ്യൻ്റെ വീട്ടിൽ നിന്നും, അതിനു വേണ്ടിയുള്ള ഒരു സാരിയാണ് ഈ ഒരു സാരി എന്ന് പറയുന്നത്. പിന്നെ അവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മൾ സാരിയൊക്കെ എടുത്തതിന് ഒരു ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വർഷത്തിൽ ഒന്നാണ് ഞാൻ ഈ ചായ കുടിക്കുന്നത്. കാരണം ഞാൻ പാലേ കുടിക്കാറില്ല. അതുകൊണ്ട് ഇവിടുന്ന് കുടിച്ചപ്പോൾ ഫിൽറ്റർ കോഫി മാത്രമേ ഞാൻ കുടിക്കാറുള്ളൂ. അതെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ മെൻസ് കളക്ഷൻസിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ചേട്ടന് ഒരു മുണ്ടും ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എന്തായാലും ലേഡീസ് വെയറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറേ ചെരുപ്പിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര പ്രൈസാണ്. പിന്നെ അതിനുശേഷം പ്രൈസ് എല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുള്ള ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു മഹാറാണിയുടെ. അവിടെ തന്നെ നമുക്ക് വെഡ്ഡിങ് കളക്ഷനായിട്ടുള്ള ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം, എല്ലാം കൂടെ ഒന്നിച്ച് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാനാണ്. പിന്നെ അവിടെ കൂപ്പൺ കോഡ് കിട്ടി. ആ കൂപ്പൺ കോഡൊക്കെ ഞങ്ങൾ അതിൻ്റെ അകത്ത് എഴുതി കിട്ടിയതാണ് പയ്യനും പെണ്ണും വരുന്നത്. അപ്പോൾ അവരെല്ലാം എന്നെ കളിയാക്കൊണ്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഭയങ്കര വിശന്ന് ഊപ്പാടായി. അതിനുശേഷം സുനിതയുടെ വക എല്ലാവർക്കും ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ച് അതിനുശേഷം അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം ഏതോ ഒരു 6 അവിടെ ഞങ്ങൾ നിർത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത്. ഇതാണ് 6 വരുന്നത്. ഇത് ഏത് 6ആണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അറിയാവുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും ഐസ്ക്രീമൊക്കെ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. തണുപ്പത്ത് നല്ല